ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു വലിയ നേട്ടം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാണിജ്യപരമായ ഒരു നേട്ടം, ആളുകൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമായ പ്രയോജനം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. എന്ത് വിക്ഷേപണമാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂ ബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം ഇന്ന് വിക്ഷേപിക്കുകയാണ്. രാവിലെ 8:54 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം. 6500 കിലോ ഭാരമുള്ള ഉപഗ്രഹത്തെ LVM-3 റോക്കറ്റാണ് ഭ്രമണപഥത്തിലെത്തിക്കുക. ടവറുകളോ ഒപ്റ്റിക് ഫൈബർ കേബിളുകളോ ഇല്ലാതെ ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് മൊബൈലുകളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതാണ് ഈ പദ്ധതി. ഇതിനായി മൊബൈൽ ഫോണിൽ പ്രത്യേക ആന്റിനയോ സംവിധാനങ്ങളോ ആവശ്യമില്ല. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാൻ അയച്ചു. മഹേഷ്, അപ്പോൾ ഈ ഇന്റർനെറ്റ് രംഗത്ത് വലിയൊരു മാറ്റത്തിന്, കുതിച്ചുചാട്ടത്തിനൊക്കെ കാരണമാകുന്ന ഒരു വിക്ഷേപണമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അമേരിക്കയുടെ ഉപഗ്രഹം നമ്മൾ ഇവിടെ വിക്ഷേപിക്കുന്നു എന്നുള്ളത് വാണിജ്യപരമായി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഈ രംഗത്ത്. എന്താണ് വിശദാംശങ്ങൾ? സൈഫു, ദിവ്യ പറഞ്ഞതുപോലെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സാങ്കേതിക വിദ്യയിൽ, പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സേവന രംഗത്തേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ബ്ലൂബേർഡിൻ്റെ അതിൻ്റെ ബ്ലോക്ക് 2, അതിൻ്റെ ബ്ലോക്ക് 1 നേരത്തെ തന്നെ വിക്ഷേപിച്ചതാണ്. അത് പല രാജ്യങ്ങൾ, നാസ ഉൾപ്പെടെ, സ്പേസ് എക്സ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ഇതിപ്പോൾ നമ്മൾക്ക് വലിയ കൗതുകം വരുന്നത്, അല്ലെങ്കിൽ വലിയ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് ISROയുടെ LVM-3 എന്ന് പറയുന്ന വെഹിക്കിൾ, ഇന്ത്യൻ ബഹിരാകാശ വിക്ഷേപണ രംഗത്തെ ബാഹുബലി എന്നറിയപ്പെടുന്ന ഒരു വെഹിക്കിളാണ്. അതിൻ്റെ M6 എന്ന് പറയുന്ന അതിന് ആറാമത്തെ വിക്ഷേപണമാണ്. M6 എന്നാണ്, മാർക്ക് 6 എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ 3ാമത്തെ തവണയാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ ഈ ബാഹുബലി ഉപയോഗിച്ച്, അല്ലെങ്കിൽ LVM-3 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യ ഇന്നേ വരെ, അല്ലെങ്കിൽ ISRO ഇന്നേ വരെ അയച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ ഭാരം വെച്ച് നോക്കിയാൽ ഈ പറയുന്ന ബ്ലൂബേർഡാണ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഇതുവരെ നമ്മൾ അയച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഇന്ന് ബഹിരാകാശത്ത് എത്തിക്കാൻ പോവുകയാണ്. 942 സെക്കൻഡ് കഴിയുമ്പോൾ 520 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഈ ഉപഗ്രഹത്തെ, ബ്ലൂബേർഡ് ബ്ലോക്ക് 2-വിലെ ആ ശ്രേണിയിൽപ്പെട്ടിരിക്കുന്ന ആദ്യ ഉപഗ്രഹത്തെ അവിടെ വിന്യസിക്കുക എന്നുള്ളതാണ് ഈ LVM-3 മാർക്ക് 6ന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിക്ഷേപണ വാഹനമായ LVM-3 ഈ വിക്ഷേപണ തറയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും, ഇൻസ്റ്റലേഷനൊക്കെ പൂർണ്ണമായി പൂർത്തിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8:54 കൃത്യം വിക്ഷേപണം നടക്കും. ഏതാണ്ട് ഒരു 9:15 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ ഉപഗ്രഹത്തെ 520 കിലോമീറ്റർ ഉയരത്തിലുള്ള അതിൻ്റെ പാതയിലേക്ക് വിന്യസിക്കും എന്നുള്ളതാണ്. ഇത് വലിയ നമുക്ക് വലിയ സന്തോഷം, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്ലൂബേർഡ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ടിരിക്കുന്ന ഉപഗ്രഹങ്ങൾ മൊബൈൽ രംഗത്തേക്ക്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ മൊബൈൽ ടവറുകളുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒപ്റ്റിക് ഫൈബർ കേബിളുകളുള്ള സ്ഥലത്ത് മാത്രമാണ് നമുക്കിപ്പോൾ ലോകത്തെവിടെയും ഇന്റർനെറ്റ് ലഭ്യമാകുന്നത്. പക്ഷേ ഈ ബ്ലൂബേർഡ് അതിൻ്റെ സ്വപ്നം, അതിൻ്റെ ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ വരുന്നതോടുകൂടി തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലും ഭൂമിയെ ഒരു പന്തല് പോലെ ഇന്റർനെറ്റ് കൊണ്ട് വലയം ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ബ്ലൂബേർഡിൻ്റെ ഒരു ലക്ഷ്യം. അതായത് മരുഭൂമിയിലാണെങ്കിലും വനാന്തരങ്ങളിലാണെങ്കിലും കടലിൻ്റെ മുകൾ തട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഒരുപോലെ ഇന്റർനെറ്റ് നൽകുക എന്നുള്ള അവരുടെ ഒരു വലിയ സ്വപ്നമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ബ്ലോക്ക് 2-വിലെ ശ്രേണിയിൽപ്പെട്ടിരിക്കുന്ന 1ാമത്തെ ഉപഗ്രഹമാണ് ഇന്ത്യയിലെ ISROയുടെ LVM-3 വഴി ഈ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിച്ചുചാട്ടം വാണിജ്യ രംഗത്ത്, പ്രത്യേകിച്ച് ബഹിരാകാശ വിക്ഷേപണ വാണിജ്യ രംഗത്ത് ഇന്ത്യക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വെഹിക്കിളുകളിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഒരു കമ്പനി പോലെ, അമേരിക്കയിൽ നമുക്കറിയാം അവിടെ നാസയുടെ ഉപഗ്രഹ വാഹിനികളായ വിക്ഷേപണ വാഹനങ്ങളുണ്ട്, സ്പേസ് എക്സിൻ്റെതുണ്ട്, മറ്റ് ജാക്സയുടേതുണ്ട്, റോസ്കോസ്മോസിൻ്റെതുണ്ട്. അപ്പോൾ ലോകത്ത് പലയിടത്തും വിക്ഷേപണ വാഹനങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിലെ വാഹനത്തെ ആശ്രയിക്കുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം. കാരണം ഇത് കൃത്യതയാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ഉപഗ്രഹ പാതയിലേക്ക് അത് എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഏറ്റവും വിശ്വാസമുള്ള വാഹനങ്ങളിൽ ഒന്നാണ് LVM-3 എന്ന് പറയുന്നത്. മാർക്ക് 6 അതിൻ്റെ 6ാമത്തെ വിക്ഷേപണമാണ്. വളരെ ആകാംക്ഷയോടെയും കൗതുകത്തോടെയും പ്രതീക്ഷയോടെയും നമ്മൾ കാത്തിരിക്കുകയാണ്. 8:54 വിക്ഷേപണം.